ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നട്ടതൊക്കെ ഒരിക്കൽ ഞാൻ പറിച്ചെടുക്കും വേരോടെ. കൊലപാതകങ്ങൾക്കും തെമ്മാടികൾക്കും നിരങ്ങാനുള്ള സ്ഥലമല്ലിത്. സുജാത, എന്ത് പരിഹാരമാണ് ഇതിന് കണ്ടിരിക്കുന്നത്? അത് ഞാനിപ്പോ എന്ത് പറയാനാ? അവൻ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാവല് നിൽക്കോ? സുജാതെ, ഈ ബന്ധം തുടക്കം മുതലേ കല്ല് കടിച്ചോണ്ടാ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട്. അവന്റെ അന്തസ്സിന് യോജിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായ ഇവളിവിടെ നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കേണ്ടി വരും. ഞാൻ അമ്മയുടെ കൂടെ പോന്നോട്ടെ. മോളൊന്നും മിണ്ടാതിരുന്നേ. അമ്മയും അച്ഛനും വിഷമം കൊണ്ടല്ലേ പറഞ്ഞത്. ഇത്തരം ഒരവസ്ഥയിൽ ആരായാലും ഇതൊക്കെ തന്നെയാണ് പറയുക. അവൻ ഇനി വരില്ലെന്ന് ഉറപ്പു പറയാൻ എനിക്കാവില്ല. കാരണം അവൻ എന്റെ നിയന്ത്രണത്തിലല്ല. ഒരു പെറ്റമ്മയുടെ വേദന മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളായിരുന്നോ? അല്ല, എന്താ പെട്ടെന്ന് വരണോന്ന് പറഞ്ഞത്? പറയാം. കേസിൽ അയാൾ വെറുതെ വിട്ടു അല്ലേ? അതെ സർ. പുറത്തിറങ്ങിയാൽ അയാൾക്ക് നിങ്ങളോട് പ്രതികാരം കാണുമല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടായോ? ജീവൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ നിൽക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. നല്ല ബഹളം നടന്നു സർ. ഒടുവിൽ തല്ലി ഇറക്കേണ്ടി വന്നു. ഈ പറയുന്ന ആള് ഹരിയേക്കാൾ കുറച്ചുകൂടി തടിച്ച ആളാണോ? അതെ. ഇന്നലെ വഴക്കേറുന്നു എന്ന് പറഞ്ഞില്ലേ? അയാളുടെ ശരീരത്തിൽ ചോരയോ മറ്റോ ഉണ്ടായിരുന്നു സർ. എന്താ ചോദിക്കാൻ? ഇന്നലെ രാത്രി ഞാനൊരു വഴിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ പാലത്തിന്റെ അടുത്തെത്തിയപ്പോ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാൻ വിചാരിച്ചു ഹരി ആയിരിക്കുമെന്ന്. അല്ല, തനിക്കാണല്ലോ ആ ശീലമുള്ളത്. ഞാൻ തന്റെ പേര് വിളിച്ചു, ഒരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ അടുത്ത് ചെന്നു. അപ്പോഴുണ്ട് ചുണ്ടീര് ചോരയൊക്കെ വിളിച്ച് ചോര കണ്ണുകളുമായിട്ട് ഒരാൾ നിൽക്കുന്നു. ആരാ എന്തോന്നൊക്കെ ഞാൻ പലവട്ടം ചോദിച്ചു. നോട്ടം പിൻവലിച്ചതുമില്ല, മറുപടിയും ഇല്ല. പാടത്തിൽ നിന്ന് കയറി പോവാൻ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ കടപ്പിച്ചൊരു മുളര് മൂളി പെട്ടെന്ന് കയറിപ്പോയി. അപ്പൊ എനിക്ക് തോന്നിയ സംശയമാണ് ഈ പറഞ്ഞ ആളാണോന്ന്. സാർ, നമ്മുടെ കൃഷിക്ക് എന്തെങ്കിലും? ഹേയ്, അതൊക്കെ ഞാൻ നോക്കി. അതിലൊന്നും തൊട്ടിട്ടേയില്ല. പക്ഷേ അത് അയാളാണെങ്കില് ആ വരവില് ഒരു ദുരൂഹത ഇല്ലേ? ഇത്രയും കാലം ഇവിടെ ഇല്ലാതിരുന്ന ഒരാള് കൃത്യമായിട്ട് താൻ കൃഷി ചെയ്യുന്ന പാടം നോക്കി വരിക, പാതിരാത്രി അവിടെ വന്ന് നിൽക്കുക പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഹരി, അത് ജീവൻ തന്നെയായിരിക്കും. നമുക്ക് പാടത്തൊന്ന് പോയി നോക്കിയാലോ? അത് വേണോ? അവിടെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും? ഏയ്,
അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വാ. ഞാനും കൂടെ വരാം. വേണ്ട സാർ ഇവിടെ ഇരുന്നോ, ഞങ്ങളിപ്പോ തിരിച്ചു വരാം. വേഗം വാ. വാ. ഹരി, കഴിഞ്ഞ ദിവസം പണിയെടുക്കുന്ന ചേച്ചിമാര് പറഞ്ഞില്ലേ ചില ആളുകള് കള്ളു കുടിച്ച് പാടത്ത് വന്ന് കിടക്കാറുണ്ടെന്ന്. ഇനി അങ്ങനെ വല്ലവരും ആയിരിക്കോ? ഇവിടുത്തെ സമീപവാസികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെയൊക്കെ ഭാർഗവൻ സാറ് നന്നായിട്ട് അറിയാലോ. മാത്രമല്ല പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? പക ഒടുങ്ങിയിട്ടില്ല, അതിന്റെ ലക്ഷണം ഈ വരവ്. ഹരി, അത് നോക്കിയേ. നീ നട്ടതൊക്കെ ഒരിക്കൽ ഞാൻ പറിച്ചെടുക്കും വേരോടെ. എന്നാ ഇനി സംശയമൊന്നും വേണ്ട, ജീവൻ തന്നെയാ. പറയാനുള്ളതൊക്കെ ഒറ്റ വാചകത്തിലുണ്ട്. എന്ന് പറഞ്ഞ ഇന്നലത്തെ മടക്കം ഒന്നും അവസാനിപ്പിക്കുന്നില്ല. നമ്മളോടുള്ള കണക്കുകൾ തുടങ്ങുക. ഹരി, ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് എങ്ങനെയാ ജീവിക്കുന്നത്? പേടിക്കാതൊന്നും പുറത്തിറങ്ങാൻ പറ്റുമോ? ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ്റും, പറ്റണം. നിത്യ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറില്ലേ? ആ രാത്രി ഓരോ വീട്ടിലും കിടന്നുറങ്ങുന്നവര് അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവര് ശാന്തമായിട്ട് ഉറങ്ങും. പൊട്ടി ഒലിച്ചു വരുന്ന വെള്ളവും പാറക്കെട്ടുകളും അവരെ എടുത്തുകൊണ്ടങ്ങ് പോവും. അതുപോലെ അങ്ങ് ചിന്തിച്ചാൽ മതി. ദുരന്തങ്ങളൊന്നും നമ്മൾ കാത്തിരിക്കരുത്. അത് വരുമ്പം വരട്ടെ. ജീവന് പകയില്ലാതിരിക്കാന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു മണ്ടൻ സ്വപ്നം മാത്രമാ. അയാള് വരട്ടെ. ഏത് രീതിയിൽ വേണമെങ്കിലും വരട്ടെ. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. താൻ കുറച്ച് ധൈര്യം കാണിച്ചാൽ മതി. ഞാൻ ധൈര്യം കാണിക്കും. എനിക്ക് പേടിയില്ല. ഹരിക്ക് വേണ്ടി. ഞാൻ അയാളെ പേടിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിയ അയാൾ ജയിച്ചു എന്നായിരിക്കും അയാൾ മനസ്സിലാക്കുക. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഹരിയാണ് ജയിക്കാനുള്ളത്.